കോഴിക്കോട്ടേക്കാണ് ഇനി പോകുന്നത്. വിലക്കുറവിന്റെ പേരിൽ ഫർണിച്ചറുകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത വലിയ തട്ടിപ്പ്. കിനാലൂരിൽ സിറ്റി ഫർണിച്ചർ എന്ന പേരിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. നടുവണ്ണൂർ, കാവുന്തറ, അത്തോളി, ബാലുശ്ശേരി, കൂട്ടാലിട തുടങ്ങിയ പ്രദേശങ്ങളിലെ വീടുകളിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മുസ്തഫയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. സാധാരണക്കാരായ വീട്ടമ്മമാരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും. ഷഹദ, ഇൻസ്റ്റാൾമെന്റ് ബിസിനസ്, അതായത് പല തവണകളായി ചെറിയ തുകയായി പണമടച്ചു തീർത്താൽ മതി എന്നുള്ള ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ മുൻകൂറായി തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ നൽകുക. ഈ ഒരു ബിസിനസ് പല നാട്ടിൻപുറങ്ങളിലും വ്യാപകമാണ്. സ്ത്രീകൾ വലിയ തോതിൽ ഇതിൽ വിശ്വാസം അർപ്പിക്കാറുമുണ്ട്. അത് മറപറ്റിക്കൊണ്ട് ഇയാൾ വലിയ തട്ടിപ്പാണോ നടത്തിയിട്ടുള്ളത്? എങ്ങനെയായിരുന്നു ഇയാളുടെ ഒരു തട്ടിപ്പ് രീതി? ഇയാൾ കൂടുതൽ പ്രദേശങ്ങളിൽ ഇത്തരം സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് ഒരു കൂട്ടം സ്ത്രീകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പ്രതി സമാനമായ രീതിയിൽ മറ്റിടങ്ങളിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ തട്ടിപ്പ് നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടതും പോലീസിൽ പരാതി നൽകിയിട്ടുള്ളതും കോഴിക്കോട് നടുവണ്ണൂർ, അതുപോലെ തന്നെ കാവുന്തറ, അതായത് നടുവണ്ണൂർ, കാവുന്തറ, അതുപോലെ അത്തോളി, ബാലുശ്ശേരി, കൂട്ടാലിട തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള വീട്ടമ്മമാരാണ് ഈ പരാതിയുമായി ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഈ തട്ടിപ്പിന്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, വിലക്കുറവിന്റെ പേരിൽ ഫർണിച്ചറുകളും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഓഫർ ചെയ്യുന്നു. മാസം ഒരു 500 മുതൽ 1000 രൂപ വരെ നിക്ഷേപിക്കുന്നു. അങ്ങനെ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് 20 മാസം അടച്ചു കഴിഞ്ഞാൽ വിലക്കുറവിൽ ഈ ഫർണിച്ചർ ലഭിക്കും എന്നുള്ളതാണ് ഇവർ നൽകുന്ന ഓഫർ. ഈ ഓഫർ പ്രതീക്ഷിച്ചാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കുറിയിലാണ് ഈ ഒരു കൂട്ടം സ്ത്രീകൾ ചെന്നുപെടുകയും നിരന്തരം ഇത്തരത്തിൽ പണം നൽകുകയും ഏറ്റവും ഒടുവിൽ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രതി മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയാണ്. മുസ്തഫ എന്നുള്ളതാണ് പേര്. ഇയാൾ സമാനമായ രീതിയിൽ വടകര മേഖലയിലും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി. ആ തട്ടിപ്പ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ആളുകൾ പരാതി നൽകുന്നു. ആ പരാതി നൽകിയതിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ആ അറസ്റ്റ് ചെയ്ത പ്രതിയെ ഇപ്പോൾ ഈ ബാലുശ്ശേരിയിലുള്ള ആളുകളും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തട്ടിപ്പ് മനസ്സിലാക്കുന്നത്, അതായത് ഈ പണം 500ഉം 1000ഉം ആയിട്ട് അടയ്ക്കുന്നു. അങ്ങനെ ഈ 20 മാസം അടച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 20 മാസം അടയ്ക്കുന്നതിന് മുൻപ് തന്നെ ഈ നറുക്കെടുപ്പിലൂടെ തങ്ങൾക്ക് സമ്മാനം ലഭിച്ചു കഴിഞ്ഞാൽ ആ പണം അടയ്ക്കേണ്ട എന്നുള്ളതാണ് ഓഫർ. അതായത് 500ഉം 1000ഉം വെച്ച് നമ്മൾ അടയ്ക്കുന്നു. അങ്ങനെ ഈ 20 മാസത്തിനിടയിൽ നറുക്കെടുപ്പ് നടത്തും. ആ നറുക്കെടുപ്പിൽ ഏതെങ്കിലും ഒരാൾക്ക്, അതായത് എനിക്കാണ് ആ നറുക്കെടുപ്പിൽ സമ്മാനം ലഭിക്കുന്നതെങ്കിൽ ഞാൻ പിന്നീട് പണം അടയ്ക്കേണ്ട എന്ന കാര്യമാണ് പറയുന്നത്. ഓരോ വാക്കുകളും തട്ടിപ്പായിരുന്നു. തട്ടിപ്പിന്റെ പല വേർഷൻസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എല്ലാവരും സൂക്ഷിച്ച് മാത്രം ഓരോ ഇടപാടുകളിലും ചെന്ന് തലവെച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഈ റിപ്പോർട്ട്